നമസ്കാരം എല്ലാ മലയാളി പ്രേക്ഷകർക്കും SU വിഷൻ അവതരിപ്പിക്കുന്ന മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മാസുമോനാണ്. ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ലോ ലെവലിൽ കിടക്കുന്ന തൊട്ട് നമുക്ക് ഉയർന്ന ഗതിയിലുള്ളത് വരെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം ഹാം റേഡിയോ അല്ലെങ്കിൽ FM റേഡിയോ, അത്തരത്തിലുള്ള റേഡിയോ തരംഗങ്ങളിലെ റേഡിയോ ഫ്രീക്വൻസികളിലെ ഏറ്റവും ചെറിയ കുഞ്ഞൻ പ്രതിഭാസമായ ഈ റേഡിയോ സിഗ്നലുകൾ അല്ലെങ്കിൽ വോയിസ് കമാൻഡുകൾ, നമുക്കറിയാം ഹാം റേഡിയോ ഫ്രീക്വൻസികൾ, ഇതൊക്കെ എന്താണ്, ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ, ഉദാഹരണം വാക്കി ടോക്കി, ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതിലെന്താണ്, ഏത് തരം ഫ്രീക്വൻസിയാണ്, ഇത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുമോ, സാറ്റലൈറ്റിൽ നിന്നും ഇത്തരത്തിലുള്ള ഫ്രീക്വൻസികൾ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും വരുന്നുണ്ട്. അത് കേൾക്കാൻ നമുക്ക് സാധിക്കും, അത് ട്രാക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയെടുക്കാം. ഹാം റേഡിയോ, അതല്ലെങ്കിൽ ആമച്വർ റേഡിയോ, വയർലെസ് വാക്കി ടോക്കി റേഡിയോ, FM റേഡിയോ, AM റേഡിയോ, ഇങ്ങനെ ഒരുപാട് റേഡിയോ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം സൗണ്ട് കേൾക്കുന്ന എന്തോ ഒന്നാണ് എന്നുള്ളതാണ് പലരുടെയും ഉള്ളിലുണ്ടാവുക. അപ്പോൾ റേഡിയോ ഫ്രീക്വൻസി ആണെങ്കിലോ അത് കേൾക്കാനും മാത്രമല്ല അതിലൂടെ നമുക്ക് കാണാനും സാധിക്കും. അത് തന്നെയാണ് നമുക്കറിയാവുന്നത്. നമ്മൾ ടെലിവിഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാം ഫ്രീക്വൻസികൾ, മൈക്രോവേവ് തരംഗങ്ങൾ, റേഡിയോ തരംഗങ്ങൾ തന്നെയാണ്. അപ്പോൾ അത്തരം ഫ്രീക്വൻസികളുടെ ഏറ്റവും ചെറിയ ബാൻഡുകൾ നമുക്കറിയാം. ഏതൊക്കെയാണ്? നമുക്ക് HF അല്ലെങ്കിൽ UHF അല്ലെങ്കിൽ VHF, അത് കഴിഞ്ഞ് പിന്നെ വരികയാണെങ്കിൽ S ബാൻഡ്, L ബാൻഡ്, C ബാൻഡ്, KU ബാൻഡ് അല്ലെങ്കിൽ KA ബാൻഡ്, അങ്ങനെ ബാൻഡുകൾ പലതരം അതിലോട്ട് വരുന്ന മില്ലിമീറ്റർ വേവ്സ് എന്ന് നമുക്ക് അറിയാം. ഇത്തരത്തിൽ പല ബാൻഡുകളായി ഞാൻ മുൻപ് ഇട്ട വീഡിയോയാണ്, അതെടുത്ത് വെച്ച് പരിശോധിക്കുക. അതിൽ ഞാൻ വ്യക്തമാക്കി ബാൻഡുകൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ഏറ്റവും ചുരുങ്ങിയ ബാൻഡാണ് VHFും UHFും. പണ്ട് നമുക്ക് ടെറസ്ട്രിയൽ സിഗ്നലുകൾ നമുക്കറിയാം, UHF VHFിലൊക്കെ സ്കാൻ ചെയ്തെടുത്തത് നമുക്കറിയാം, അതേ ഫ്രീക്വൻസി ലെവൽ തന്നെയാണ്. പക്ഷേ ഈ UHFിനും VHFിനും അല്ലെങ്കിൽ HFിനൊക്കെയുള്ള എന്താണ് UHF എന്ന് ഞാൻ പറഞ്ഞുതരാം. VHF എന്ന് പറഞ്ഞാൽ വെരി ഹൈ ഫ്രീക്വൻസി, UHF എന്ന് പറഞ്ഞാൽ അൾട്രാ ഹൈ ഫ്രീക്വൻസി, HF എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഏകദേശം എത്ര മെഗാ ഹെർട്സിന് താഴെയായിരിക്കും? ഒരു 1000 തൊട്ട് താഴത്തേക്ക് വരുന്നതൊക്കെ ആയിരിക്കും. 1000 മെഗാ ഹെർട്സിൻ്റെ ഒക്കെ താഴത്തോട്ട് വരുന്നതായിരിക്കും ഇത്തരത്തിലുള്ള ഫ്രീക്വൻസി ലെവൽ. അപ്പോൾ ഇവർക്കൊരു പ്രത്യേകതയുണ്ട്, ഇവർ ഒരുപാട് അകലങ്ങളിലോട്ട് സഞ്ചരിക്കാൻ കഴിയും. ഇവർക്ക് നമ്മൾ ഒരു കാര്യം ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കിലോമീറ്ററുകൾ, മൈലുകൾ നമുക്ക് ഈ ഫ്രീക്വൻസികൾ അയക്കാൻ കഴിയും. നേരെ മറിച്ച് C ബാൻഡ് അല്ലെങ്കിൽ KU ബാൻഡൊക്കെ ആണെങ്കിൽ അധികം ഏരിയ കവർ ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. നമുക്കറിയാം റേഡിയോ തരംഗങ്ങൾ നമുക്കറിയാം FM ബാൻഡിനെക്കാട്ടിയും കൂടുതൽ ദൂരത്തേക്ക് കിട്ടും. AM ബാൻഡ് അതിലും കൂടുതൽ ദൂരത്തിലേക്ക് കിട്ടുന്ന ബാൻഡുകൾ അറിയാം. നമുക്കറിയാം അറബ് രാജ്യങ്ങൾ റേഡിയോ നമുക്ക് കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? ബാൻഡിൻ്റെ ലെവൽ കുറയുന്നത് കൊണ്ടാണ്. ആ ലെവൽ കുറയുന്നതനുസരിച്ച് ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിക്കും. അതുകൊണ്ട് തന്നെയാണ് VHFും UHF ഒക്കെ ആയിട്ട് ഈ റേഡിയോ ഫ്രീക്വൻസി തിരഞ്ഞെടുക്കാനായിട്ട് ഉള്ള കാരണം. ഒരുപാട് ദൂരത്തേക്ക് എത്തുന്നു. തന്നെയുമല്ല അവർക്ക് ഒരുപാട് സാധനങ്ങൾ വഹിച്ചുകൊണ്ട് പോകാനുള്ള കഴിവ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവർ ശബ്ദ തരംഗങ്ങളിലൂടെ മാത്രമാണ് അവർ വഹിച്ചുകൊണ്ട് പോകുക, അല്ലെങ്കിൽ പിക്ചറുകളായിരിക്കും വഹിച്ചുകൊണ്ട് വരിക. നേരെ C ബാൻഡിലും KU ബാൻഡിലൊക്കെ നമുക്കറിയാം വീഡിയോ ദൃശ്യങ്ങൾ, നമുക്കറിയാം ചാനൽ ദൃശ്യങ്ങളൊക്കെ വഹിച്ചുകൊണ്ടാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത്. പക്ഷേ നേരെ മറിച്ച് ഇവരെ എന്താണ്, പിക്ചറുകളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വോയിസ് കമാൻഡുകളൊക്കെയാണ് വഹിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്, അങ്ങോട്ട് കടന്നു ചെല്ലുന്നില്ല. എന്നാൽ എന്താണ് റേഡിയോ എന്നും ഹാം റേഡിയോ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ ഒരുപാട് വീഡിയോസുകൾ ഇനിയും ലഭ്യമാണ്. എല്ലാം പരിശോധിക്കുക. ഒപ്പം ഞാൻ പറഞ്ഞ ഈ വീഡിയോയും കൂടെ കാണുക. എന്താണ് ഹാം റേഡിയോ? ഹാം റേഡിയോ എന്ന് പറഞ്ഞാൽ സർക്കാർ അനുവദിച്ചിട്ടുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന റേഡിയോ കമ്മ്യൂണിക്കേഷനെയാണ് ഹാം റേഡിയോ എന്ന് പറയുന്നത്. ഇത് ഒരു ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ള ഒരു ഹോബി കൂടിയാണ്. അതായത് ഹോബികളുടെ രാജാവ്, ഐക്യരാഷ്ട്ര സംഘടന അംഗീകാരം നൽകിയിട്ടുള്ള ഒരു ഹോബി ഏതാണ് എന്ന് ചോദിച്ചാൽ ഹാം റേഡിയോ എന്നാണ്. അതായത് ഹാം റേഡിയോ വഴി ഒരു കൂട്ടം ആളുകൾ ഒരു പ്രത്യേക സമയത്ത് ഒരുമിച്ച് കൂടി ചർച്ച ചെയ്യുക. അത് ഈ ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ അവർക്ക് സൗജന്യമായിരിക്കും. നമുക്കറിയാം പോലീസുകാർ സംസാരിക്കുന്ന വാക്കി ടോക്കിയിൽ നമ്മൾ സംസാരിക്കുന്ന ഓവർ വെച്ച് സംസാരിക്കാൻ നമുക്ക് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് സംസാരിക്കാൻ ചില ഫ്രീക്വൻസികൾ ഗവൺമെൻറ് അനുവദിച്ചു തന്നിട്ടുണ്ട്. അതിനെയാണ് ഹാം റേഡിയോ അല്ലെങ്കിൽ അമച്വർ സർവീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് മറ്റൊരു നിർവചനം പറയുകയാണെങ്കിൽ സ്വയം പരിശീലനം ലഭിച്ചിട്ടുള്ള ആളുകൾ ആശയവിനിമയം അല്ലെങ്കിൽ സാങ്കേതിക അന്വേഷണങ്ങൾക്ക് വേണ്ടി ചുമതലപ്പെടുത്തിയ ആളുകളിലേക്ക് മാത്രം റേഡിയോ ആശയവിനിമയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അമേച്ചർ സർവീസ് നടത്തുന്നു. അതിനെയാണ് ഈ ഒരു അമേച്ചർ സർവീസ് എന്ന് പറയുന്നത്. ഈ ഒരു അമേച്ചർ സർവീസിന് ഒരു ലൈസൻസ് ആവശ്യമാണ്. അതിന് ഒരു എക്സാം ഉണ്ട്, WPCയുടെ കീഴിൽ ഒരു എക്സാം ഉണ്ടാകും. ആ എക്സാം പാസ്സായാലേ നമുക്ക് ആ ലൈസൻസ് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ആ ലൈസൻസ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതായത് അമേച്ചർ
റേഡിയോ വെച്ചുകൊണ്ട് വാക്കി ടോക്കി അല്ലെങ്കിൽ അത്തരത്തിലുള്ള അമേച്ചർ റേഡിയോ ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ഇതേ ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ഇതേ ചാനലിൽ നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ മറ്റു ജില്ലകളിൽ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ഒക്കെയുള്ള സുഹൃത്തുക്കളുമായിട്ട് നമുക്ക് സൗജന്യമായിട്ട് സംസാരിക്കാൻ, കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഈ ഒരു ലൈസൻസ് നമുക്ക് ലഭിക്കണം. ലൈസൻസോടൊപ്പം നമുക്കൊരു ഐഡൻറ്റിറ്റിയും ലഭിക്കും. ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഐഡൻറ്റിറ്റി വെച്ച് വേണം നമുക്കിപ്പോൾ ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ ഫോണിൽ ഫോൺ നമ്പർ ഉണ്ടാവും, അത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി. അതേപോലെ നമ്പർ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഗവൺമെൻറ് ഏർപ്പാടാക്കി തരും. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏത് വാഹനങ്ങളിലായിക്കോട്ടെ, വീടുകളിലായിക്കോട്ടെ, ഇനി മറ്റേതെങ്കിലും വിമാനങ്ങളിൽ മറ്റെവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സർവീസ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. നമുക്കറിയാം ഇത് ടോട്ടലി സൗജന്യമാണ് എന്ന് നമുക്ക് അറിയാം. ടോട്ടലി സൗജന്യമായിട്ടുള്ള സർവീസ് ആയതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് ക്യാഷ് ഇല്ല, നമുക്ക് എത്ര വേണമെങ്കിലും സംസാരിക്കാം. അപ്പോൾ ഓവർ വെച്ചാൽ ഇതിൻ്റെ ഒരു അപര്യാപ്തത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ പറഞ്ഞാൽ അത് തിരിച്ചിങ്ങോട്ട് അതിൻ്റെ ആൻസർ നൽകുകയുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയം ഇതിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അപര്യാപ്തത. അതേപോലെ തന്നെ ഇതിന് ലൈസൻസ് വേണ്ടാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹാം റേഡിയോയിലൂടെ സംസാരിക്കുന്ന ആളുകളുടെ ആ ഒരു സിഗ്നലുകൾ നമുക്ക് വേണമെങ്കിൽ റിസീവ് ചെയ്തുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒരു ഹോം റേഡിയോ ഉണ്ടാക്കി നമുക്ക് വേണമെങ്കിൽ റിസീവ് ചെയ്ത് കേൾക്കാൻ ഒരു ലൈസൻസിൻ്റെ ആവശ്യമില്ല. മറിച്ച് നമുക്കും ഇതേപോലെ വോയിസ് അവരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഒരു ലൈസൻസ് നിർബന്ധമായും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ലൈസൻസ് ആവശ്യമാണ്. മറ്റാരെങ്കിലും നടത്തുന്ന സംഭാഷണ ശൈലികൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഹോം റേഡിയോയിൽ ട്രാക്ക് ചെയ്തെടുത്ത് കേൾക്കുന്നതിന് ഒരു ലൈസൻസിൻ്റെ ആവശ്യമില്ല. നമുക്കറിയാം എയർക്രാഫ്റ്റ്, അതായത് വിമാനങ്ങളിൽ നിന്ന് വരുന്ന എയർ ബാൻഡിൽ നിന്ന് വരുന്ന റേഡിയോ സിഗ്നൽ നമുക്കറിയാം. വിമാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കപ്പലുകളിൽ നിന്നും ലഭിക്കുന്ന സൗണ്ട് സിഗ്നലുകൾ ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. പോലീസുകാർ അത്തരത്തിലുള്ള എയർഫോഴ്സുകൾ നടത്തുന്ന ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷേ ഇത് ഫ്രീ ആയിട്ടുള്ളത് കൊണ്ട് നമ്മൾ അവർ സംസാരിക്കുന്നതിൽ എൻക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോഡാണ് അവർ അയക്കുന്നതെങ്കിൽ അത് നമുക്ക് തിരികെയില്ല. അവർ എൻക്രിപ്റ്റ് ചെയ്യാത്ത വോയിസുകളാണെങ്കിൽ നമുക്ക് ഈ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ടോൺ ചെയ്തുകൊണ്ട് കേട്ട് മനസ്സിലാക്കാൻ, അവരെന്താ സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ഹോബിയായിട്ട് ആമേച്ചർ റേഡിയോ സർവീസ് നമുക്ക് നൽകിയിട്ടുള്ള ഫ്രീക്വൻസിയിലൂടെ നമ്മുടെ സുഹൃത്തുക്കൾക്കുമായിട്ട്, നമുക്ക് അന്യരാജ്യങ്ങളിലുള്ള സുഹൃത്തുക്കളുമായിട്ട് നമുക്ക് സംവദിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന അമേച്ചർ സർവീസുകളുണ്ട്. സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന ഇമേജുകൾ, അതായത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നാസയുടെ അത്തരം സ്റ്റേഷനുകളിൽ നിന്നും കാലാവസ്ഥാ ഉപഗ്രഹങ്ങളിൽ നിന്നും ഈ ഒരു ബാൻഡിൽ UHF അല്ലെങ്കിൽ VHF ബാൻഡിലൂടെ വരുന്ന പിക്ചറുകൾ നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് അത് റിസീവ് ചെയ്ത് ശബ്ദമായിട്ട് റിസീവ് ചെയ്ത് അതിനെ ഇമേജായിട്ട് ഡീകോഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇമേജുകൾ, അതുപോലെ തന്നെ അവർ നൽകുന്ന കമാൻഡുകളൊക്കെ നമുക്ക് കേൾക്കാനും ഒക്കെ സാധിക്കും. ആ സാറ്റലൈറ്റ് വഴിയുള്ള അവർ നൽകുന്ന കമ്മ്യൂണിക്കേഷൻ നമുക്ക് റിസീവ് ചെയ്ത് നമുക്ക് തിരിച്ചയക്കാൻ കഴിയില്ല, നമുക്ക് റിസീവ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ ഈ ഒരു ഹാം റേഡിയോ കൊണ്ടുള്ള ഒരു ഗുണം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയും. പിന്നെ മറ്റൊന്നാണ് നെറ്റ് ചെക്കിങ്. എന്താണ് നെറ്റ് ചെക്കിങ്? നെറ്റ് ചെക്കിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് ഒരു റിപ്പീറ്റർ സ്റ്റേഷനുകൾ ഉണ്ടായി, ഓരോ ദേശത്തും ഓരോ റിപ്പീറ്റർ സ്റ്റേഷനുകൾ ഉണ്ടായി. അപ്പോൾ നെറ്റ് ചെക്കിങ് എന്താണെന്ന് പറയാൻ പോകുന്നത്. എന്താണ് റിപ്പീറ്റർ സ്റ്റേഷനുകൾ? റിപ്പീറ്റർ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അമേരിക്കയിലോട്ട് ആമേച്ചർ റേഡിയോ വെച്ചിട്ട് നമുക്കൊരു കാര്യം സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വോയിസ് കമാൻഡ് അയക്കണമെങ്കിൽ നമുക്ക് അത്രയും ദൂരം നമ്മുടെ ഡിവൈസിൽ നിന്ന് അയക്കാനുള്ള, ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പവർ നമ്മുടെ ഡിവൈസിന് ഉണ്ടാവില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ് സ്റ്റേഷനുകളിലേക്ക് അയച്ചിട്ട് അവിടെ നിന്ന് ആ സ്റ്റേഷനിൽ നിന്ന് അമേരിക്കയിലുള്ള സബ് സ്റ്റേഷനിലോട്ട് ഒരു റിപ്പീറ്റർ വഴി അതിനെ ബൂസ്റ്റ് ചെയ്ത് വിടുന്ന സാങ്കേതിക വിദ്യയാണ് റിപ്പീറ്റർ എന്ന് പറയുക. ഈ റിപ്പീറ്റർ ടവർ ഉണ്ടാവുക ഏതെങ്കിലും വലിയൊരു കുന്നിൻ്റെ മുകളിലായിരിക്കും. അതിൻ്റെ പിക്ചറുകളൊക്കെ ഇവിടെ കാണാം നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ അയക്കുന്ന വോയിസ് ഈ റിപ്പീറ്റർ സ്റ്റേഷനിൽ എത്തുന്നു. അതുവരെയുള്ള നമുക്ക് എത്തിക്കാനുള്ള ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിൻ്റെയുള്ള പവറേ നമ്മുടെ ഉപകരണത്തിന് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ റിപ്പീറ്റർ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റേഷൻ പിന്നെ നമ്മുടെ ആ വോയിസ് അല്ലെങ്കിൽ നമ്മുടെ ആ കമാൻഡിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് പിന്നെ അതിന് രാജ്യങ്ങളിലേക്ക് അയച്ച് അവിടുത്തെ റിസീവറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതിനാണ് റിപ്പീറ്റർ സ്റ്റേഷൻ. അപ്പോൾ ഓരോ പ്രദേശത്തും ഓരോ റിപ്പീറ്റർ സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ തിരുവനന്തപുരത്ത് ഉള്ള റിപ്പീറ്റർ സ്റ്റേഷൻ്റെ പേരാണ് VU2XT അല്ലെങ്കിൽ VU2XT അല്ലെങ്കിൽ VU2YSR എന്ന് പറഞ്ഞ റിപ്പീറ്റർ സ്റ്റേഷനുകൾ. ഈ റിപ്പീറ്റർ സ്റ്റേഷനുകളാണ് തിരുവനന്തപുരത്തുള്ളത്. അപ്പം പല ദിവസങ്ങളിലും രാത്രി 9 മണിക്ക് ഈ ഹാം റേഡിയോ യൂസേഴ്സ് എല്ലാം കൂടെ എല്ലാ ദിവസവും 9 മണിക്ക്, വൈകിട്ട് 9 മണിക്ക് ഇവരൊരു കൂട്ടായ്മ നടത്തും. അതായത് കൂട്ടായ്മ ഒരു സമ്മേളനം നടത്തും. അപ്പോൾ ഈ ഒരു റേഡിയോയിൽ ഓൺ ചെയ്ത് എല്ലാ ദിവസവും 9 മണിക്ക്. അപ്പോൾ ഇതിൽ ഇവർ തമ്മിലുള്ള സൗഹൃദം, അവർ തമ്മിലുള്ള കണക്ടിവിറ്റി, അവർ എല്ലാവരും ഓൺലൈനിൽ ഓക്കെയാണ്, ഞങ്ങളുടെ നെറ്റ്വർക്ക് ഓക്കെയാണ് എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്മൾ പറയാം, നമുക്കിപ്പോൾ നമ്മളൊരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തുക പറയുക. അപ്പോൾ ഒരേ സമയം തിരഞ്ഞെടുത്തിട്ട് എല്ലാ ദിവസവും 9 മണിക്ക് ഇവരൊരു കൂട്ടായ്മ നടത്തും. അതിനാണ് നെറ്റ് ചെക്കിംഗ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായും അവർ പറയുന്ന അവരുടെ സ്ഥലം, അവരുടെ വെതർ റിപ്പോർട്ട് പറയും, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി എന്നിവയാണ് ഇവർ ഈ ചെക്കിങ്ങിനായിട്ട് പറയുന്ന കമൻറ്റുകൾ. ഇതിനൊരു കമൻറ്റ് ഉണ്ട്. ആ കമൻറ്റ് പറയുന്നത് ഇത്തരം കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്നൊരാൾ ഇപ്പോൾ ആക്റ്റീവായിട്ടുണ്ട് എന്ന് വിദേശത്തുള്ള മറ്റൊരാൾക്ക് മനസ്സിലാകുകയും ഇദ്ദേഹത്തിൻ്റെ ഐഡിയിലോട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് അവർക്ക് പേഴ്സണൽ ചാറ്റുകൾ പിന്നീട് നടത്താൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ഈ നെറ്റ് ചെക്കിംഗ് നടത്തുക. അപ്പോൾ ഈ ഹാം റേഡിയോ സന്ദേശം റിസീവ് ചെയ്യാൻ ഇന്ത്യയിൽ ലൈസൻസിൻ്റെ ആവശ്യമില്ല എന്ന് പറയാം. നമുക്കൊരു കൃത്രിമ റേഡിയോ ഉണ്ടാക്കുകയാണെങ്കിൽ വീട്ടിൽ തന്നെ ഒരു റേഡിയോ ഉണ്ടാക്കി നമുക്ക് ഇത്തരത്തിലുള്ള സിഗ്നലുകളെ റിസീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെയാണ്
നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം, അതായത് നമുക്ക് വാക്കി ടോക്കിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമുക്കറിയാം, നമ്മൾ ആ സന്ദേശങ്ങൾ അങ്ങോട്ട് അയക്കാൻ നമുക്ക് കഴിയില്ല. അതിനാണ് നമ്മളൊരു എക്സാം എഴുതി ആ എക്സാം പാസ്സായി അതിന് ലൈസൻസ് നേടിയാൽ നമുക്ക് തീർച്ചയായിട്ടും ഇവരുടെ ഗ്രൂപ്പിൽ നമുക്കും ഒരു ഹോബി ആക്കിയിട്ട് ഇത് കൊണ്ടുനടക്കാൻ സാധിക്കും. അതിനാണ് ട്രാൻസ്മിഷൻ ലൈസൻസ് വേണം, എക്സാം ചെയ്യണം. നമുക്കറിയാം വാക്കി ടോക്കികൾ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന പല വീഡിയോസുകളും കണ്ടിട്ട് അപ്പോൾ അത്തരം സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് അതിനൊരു ലൈസൻസ് ഉണ്ട്. ഫ്രീ ആയിട്ട് ഗവൺമെൻറ് നൽകിയ ഫ്രീക്വൻസികളുണ്ട് ഉപഭോക്താക്കൾക്കായിട്ടുള്ള. ഗവൺമെൻറ്റിനുള്ള ഫ്രീക്വൻസികൾ വേറെയാണ്, പട്ടാളക്കാർക്കുള്ള വേറെയാണ്, എയർഫോഴ്സിന് എയർക്രാഫ്റ്റിനൊക്കെയുള്ള ഫ്രീക്വൻസികളെല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് ഇതിനുള്ള കാര്യം. അന്തർദേശീയ അതായത് ബഹിരാകാശ നിലയങ്ങളിൽ നിന്ന് ഉള്ള സിഗ്നലുകൾ പിടിക്കാൻ ഈ എയർ ബാൻഡ് റേഡിയോ കേൾക്കാൻ, എയർ ബാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എയർ ബാൻഡ് ഉദ്ദേശിക്കുന്ന പ്രധാനമായും വിമാനങ്ങളിൽ നിന്ന് കൊടുക്കുന്ന കമൻറ്റുകൾ ആണ്. ഈ വിമാനങ്ങളിൽ നിന്ന് സ്റ്റേഷനിൽ നിന്ന് വിമാനത്തിലേക്ക് കൊടുക്കുന്ന കമൻറ്റുകളാണ്. അത്തരം കമൻറ്റുകൾ കേൾക്കാൻ ISS നിന്ന് നമുക്ക് വരുന്ന സിഗ്നൽ ഡിറ്റക്ട് ചെയ്യാൻ. ISS എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, അതൊരു സാറ്റലൈറ്റ് ആണ്. സാറ്റലൈറ്റ് മാത്രമല്ല ഒരു സ്റ്റേഷനാണ്, അതായത് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഒരു സാറ്റലൈറ്റ് പോലെ തന്നെ ഒരു ലോ എർത്ത് ഓർബിറ്റ് സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ്. സാറ്റലൈറ്റ് പോലെ തന്നെ ഉള്ള മറ്റൊരു സ്റ്റേഷൻ, നമുക്ക് പോയി അവിടെ ജോലി ചെയ്യാനും മറ്റുള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റേഷനാണ്. അവിടെ നിന്നുള്ള സിഗ്നൽ റിസീവ് ചെയ്യാനൊക്കെ, അവിടെ നിന്ന് അയക്കുന്ന ഇമേജുകൾ നമുക്ക് റിസീവ് ചെയ്യാൻ ഈ ഒരു ISS ഡിറ്റക്ടർ എന്ന ആപ്പ് വെച്ച് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ NOAA-15 എന്നുള്ള വെതർ സാറ്റലൈറ്റ് സിഗ്നലുകൾ ഒക്കെ നമുക്ക് റിസീവ് ചെയ്യാൻ സാധിക്കും. ഇത് ഒരു APT സിഗ്നൽ ആയിരിക്കും. APT സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് പിക്ചർ ട്രാൻസ്മിഷൻ എന്ന് പറയും. APT എന്നാൽ ഓട്ടോമാറ്റിക് പിക്ചർ ട്രാൻസ്മിഷൻ ആണ്. ഇത് UHF സിഗ്നൽ ആണ് വരിക. UHF സിഗ്നൽ ആണ് നമുക്ക് ഇവിടെ റിസീവ് ചെയ്യുക. അതിനൊരു യാഗിയുടെ ആൻറ്റിനയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യാഗിയുടെ ആൻറ്റിന എന്ന് പറഞ്ഞാൽ മുള്ള ആൻറ്റിന അത്ര മോശം ആൻറ്റിന അല്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ യാഗിയുടെ ആൻറ്റിനയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരം സാറ്റലൈറ്റുകൾ നമുക്ക് ഭൂമിക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്നവയാണ്. ഇവർ സ്ഥിരമായി നമുക്കറിയാം നമ്മൾ TV കാണുന്ന പോലെ പ്രത്യേകമായ ഡയറക്ഷനിൽ നമ്മൾ ഡിഷ് ഉറപ്പിച്ച് വെച്ചിട്ട് കാര്യമില്ല. ഇത് ഭൂമിക്ക് മുകളിലൂടെ അങ്ങ് പാസ് ചെയ്ത് പോകും. അപ്പോൾ പാസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ആൻറ്റിന ആ പാസ് ചെയ്യുന്ന സാറ്റലൈറ്റിനെ നേരെയാക്കി പിടിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് എത്ര സെൻറ്റിമീറ്റർ അനങ്ങുന്നുണ്ട് അതിനനുസരിച്ച് നമ്മൾ ആൻറ്റിന തിരിച്ചുകൊണ്ടേയിരിക്കണം. എന്നാലേ ആ സിഗ്നൽ നമുക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. യാഗിയുടെ ആൻറ്റിന വെച്ച് നമുക്കിത് റിസീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് ആ സമയത്ത് നമുക്ക് ലഭിക്കുന്ന സിഗ്നലുകൾ ഒരു ശബ്ദ തരംഗത്തിലൂടെയാണ് വരിക. ശബ്ദമായിട്ട് നമുക്കിവിടെ വേവ് ഫയലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാൻ കഴിയും. നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിൽ നിന്ന് വരുന്ന സിഗ്നലിൻ്റെ സൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ റെക്കോർഡ് ചെയ്ത സൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, WXTOIMG അല്ലെങ്കിൽ വാക്സ് ടു ഇമേജ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ആ സൗണ്ടിനെ നമുക്ക് വേവ് ഫയലായ ആ സൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യുക, ഡീകോഡ് ചെയ്യുന്ന ഒരു പിക്ചർ ആയിരിക്കും നമുക്ക് കിട്ടുക. ആ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ്. അത് വെച്ച് നമുക്ക് ഡീകോഡ് ചെയ്യുമ്പോൾ ഒരു പിക്ചർ കിട്ടും. ആ പിക്ചറാണ് സാറ്റലൈറ്റിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സിഗ്നലിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ. അത് ഒരു പക്ഷേ ഒരു ഭൂപടമായിരിക്കണം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കണം. പല ഈ ഹിഡൻ ഇൻഫർമേഷനുകളായിരിക്കും അതിൽ നമുക്ക് ലഭിക്കുക. അതുപോലെ വെതർ റിപ്പോർട്ടുകൾ ലഭിക്കുന്ന സാറ്റലൈറ്റുകളുണ്ട്. കൂടുതലും വെതർ റിപ്പോർട്ടുകൾ ആണെങ്കിൽ NOAA എന്ന് പറഞ്ഞാൽ NOAA-15 എന്ന് പറഞ്ഞാൽ വെതർ സാറ്റലൈറ്റ് ആയിരിക്കും. ISS എന്ന് പറഞ്ഞ സ്റ്റേഷൻ എന്ന് വരുന്നത്, അതായത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ വരുന്നതാണെങ്കിൽ ഒരു പക്ഷേ മറ്റെന്തെങ്കിലും വ്യക്തികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരിക. അത് ഭൂമിയിലേക്ക് അയക്കുന്നത്. അവരിൽ നിന്ന് എത്തിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള രൂപകൽപ്പന നൽകിയിട്ട് കൊണ്ടാണ് അവർ അത്തരം കാര്യങ്ങൾ അവിടെ അയക്കുന്നത്. പക്ഷേ നമുക്കത് എന്ത് ചെയ്യാം, റിസീവ് ചെയ്ത് നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതിൽ ഞാൻ ISS ഡിറ്റക്ടർ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ISS ഡിറ്റക്ടർ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് വെതർ സാറ്റലൈറ്റും അതേ തന്നെ ഹാം റേഡിയോ സിഗ്നൽ അയക്കുന്ന സാറ്റലൈറ്റുകൾ ഏതാണെന്നൊക്കെ ISS ഡിറ്റക്ടർ എന്ന ഇമേജ് ആ ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ നമുക്ക് ആ സാറ്റലൈറ്റിന് ഞാൻ പറഞ്ഞ സാറ്റലൈറ്റ് സഞ്ചരിക്കും, നമ്മുടെ മുകളിലൂടെ നമ്മുടെ ഇന്ത്യൻ്റെ മുകളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സിഗ്നൽ ലഭിക്കുക. ആ സഞ്ചരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ യാഗിയുടെ നമ്മൾ ആ സാറ്റലൈറ്റ് നേരെ തന്നെ പിടിച്ചുകൊണ്ടേയിരിക്കുക. ആ സാറ്റലൈറ്റ് അനങ്ങുന്നതനുസരിച്ച് നമ്മൾ കൈ ഇങ്ങനെ അനക്കിക്കൊണ്ടേയിരിക്കുക. 24 ഡിഗ്രി തൊട്ടിട്ട് ഒരു പക്ഷേ 24 ഡിഗ്രി ഒരു 100 ഡിഗ്രി 95 ഡിഗ്രി വരെ നമുക്ക് സിഗ്നൽ ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഡിഗ്രിയിൽ നമുക്ക് ആ ഒരു എലവേഷൻ, നമ്മുടെ കൈയുടെ എലവേഷൻ നമ്മൾ യാഗിയുടെ ആൻറ്റിനെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് അളവ് ഏത് ഭാഗത്തേക്കാണ് ഇപ്പോൾ സാറ്റലൈറ്റ് എത്തിയിരിക്കുന്നത്, ഏത് രാജ്യത്തിൻ്റെ മുകളിലാണെന്ന് അറിയാൻ കഴിയാണ് ഈ ഒരു സാറ്റലൈറ്റ് ഡിറ്റക്ടർ ISS ഡിറ്റക്ടർ എന്ന് പറഞ്ഞ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമേജ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഡയറക്ഷൻ സൗത്ത് വെസ്റ്റ് 222 ഡിഗ്രിയിലാണ് എന്ന് കാണാൻ കഴിയും. അതിൻ്റെ എലവേഷൻ 42 ഡിഗ്രിയാണ് ഇപ്പോൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഡിസ്റ്റൻസ്, നമ്മളുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഏകദേശം ഒരു 9187 കിലോമീറ്റർ അകലെയാണ് എന്നറിയാൻ കഴിയും. ആ സാറ്റലൈറ്റ് നമ്മളിലേക്ക് പാഞ്ഞെടുക്കുന്നത് സെക്കൻഡിൽ 7.6 കിലോമീറ്റർ പെർ സെക്കൻഡിലാണ്. 7.6 കിലോമീറ്ററാണ് ഒരു സെക്കൻഡിൽ അത് നമ്മളിലേക്ക് പാഞ്ഞെടുക്കുന്നത് എന്ന് അറിയാൻ കഴിയും. അതിൻ്റെ സഞ്ചാരപഥം ഇന്ത്യയിലേക്ക് എത്താൻ ഏകദേശം മണിക്കൂറുകൾ മാത്രമുള്ളൂ എന്നുള്ള എല്ലാ ഇൻഫർമേഷനും ഇതിൽ നമുക്ക് ലഭിക്കും. ഇതൊക്കെയാണ് ഹാം റേഡിയോയുടെ മറ്റൊരു തരത്തിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്.
അതിൽ പറ്റിയ ഒന്നാണ് ഈ സാറ്റലൈറ്റ് ഹണ്ടിങ്. എന്താണ് സാറ്റലൈറ്റ് ഹണ്ടിങ്? വിവിധ സാറ്റലൈറ്റുകളിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ ഒരു റേഡിയോയും ഒരു ഡയറക്ഷണൽ ആൻറ്റിനയും അതല്ലെങ്കിൽ യാഗയുടെ ആൻറ്റിനയും വെച്ച് ഒരു ഡയറക്ഷണൽ ആൻറ്റിനയും വെച്ച് റിസീവ് ചെയ്യുന്ന രീതിയാണ് സാറ്റലൈറ്റ് ഹണ്ടിങ് എന്ന് പറയുന്നത്. അത് ലോ എർത്ത് ഓർബിറ്റിലുള്ളത് കൊണ്ടായിരിക്കും ഇത് സഞ്ചരിച്ചുകൊണ്ട്, അതായത് ലോ എർത്ത് ഓർബിറ്റ് വേഗം ഏകദേശം ഒരു 850 കിലോമീറ്റർ ആയിരിക്കും നമ്മളിൽ നിന്നും ഈ സാറ്റലൈറ്റിലേക്കുള്ള ദൂരം എന്നുള്ളത്. മറ്റത് ഹൈ എർത്ത് ഓർബിറ്റ് നമുക്കറിയാം, ജിയോ ഓർബിറ്റ് സ്റ്റേഷൻ, അതായത് 36 കിലോമീറ്ററുള്ള സ്റ്റേഷനിലുള്ള സാറ്റലൈറ്റുകളായിരിക്കില്ല. ഇത് ലോ എർത്ത് ഓർബിറ്റിൽ എന്താണെന്നൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ഇട്ട് വെച്ച് കാണുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളൊരു കൊച്ചു ഇൻഫർമേഷൻ മാത്രമാണ് ഞാൻ പങ്കുവച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഇറങ്ങി ചെല്ലാനാണെങ്കിൽ ഒരുപാടുണ്ട്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂട്യൂബ് ചെയ്യുന്ന ഇതിനെപ്പറ്റിയുള്ള വിദഗ്ധർ യൂട്യൂബിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിലുള്ളവരെ പ്രൊഫഷണൽസിൻ്റെ വീഡിയോസ് എടുത്ത് വെച്ച് കണ്ട് മനസ്സിലാക്കാം. അവർ ഈ യാഗിയുടെ ആൻറ്റിന വെച്ചിട്ട് സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന സിഗ്നൽ റിസീവ് ചെയ്യുന്നതും അവരുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ UHF ബാൻഡിലൂടെ അവർ സന്ദേശങ്ങൾ അയക്കുന്നതും ഒക്കെ റിസീവ് ചെയ്യുന്നതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വാക്കി ടോക്കി. എന്താണ് വാക്കി ടോക്കി എന്ന ചെറിയ നിർവചനം? 2 വാക്കി ടോക്കികൾ, അല്ലെങ്കിൽ അതിനൊരു പേരുണ്ടായിരിക്കും. രണ്ട് വാക്കി ടോക്കി ഉണ്ടാകും. ഒന്ന് തൊട്ട് ഒരു 2 കിലോമീറ്റർ അല്ലെങ്കിൽ 3 കിലോമീറ്റർ 5 കിലോമീറ്റർ അകലെയുള്ള ആളുകളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ വാക്കി ടോക്കി യൂസ് ചെയ്യുക. ഒരു വാക്കി ടോക്കിയിലെ ഒരു പ്രത്യേക ബാൻഡിലുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക ചാനലിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്ത് വെക്കുക. ട്യൂൺ ചെയ്ത് വെച്ച ശേഷം ആ ചാനൽ തന്നെ നമ്മുടെ സുഹൃത്തും എന്ത് ചെയ്യുക, വാക്കി ടോക്കിയിൽ അതേ ചാനൽ നമ്മൾ ട്യൂൺ ചെയ്ത സെയിം ചാനൽ തന്നെ അല്ലെങ്കിൽ ആ സെയിം ഫ്രീക്വൻസി തന്നെ അല്ലെങ്കിൽ സെയിം ബാൻഡ് തന്നെ ആ വാക്കി ടോക്കിയിൽ ട്യൂൺ ചെയ്ത ശേഷം നമുക്ക് വോയിസ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് അയക്കാനും അദ്ദേഹത്തിന് ആ വോയിസ് അപ്പോൾ തന്നെ കേൾക്കാനും അദ്ദേഹത്തിന് തിരിച്ച് ഓവർ പറഞ്ഞ ശേഷം തിരിച്ചിങ്ങോട്ട് കമൻറ്റുകൾ അയക്കാനും. അപ്പോൾ 2 പേരുടെയും കയ്യിൽ 2 വാക്കി ടോക്കി ഒരേ ചാനലിൽ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് സൗജന്യമായിട്ട് നമുക്ക് 2 കിലോമീറ്റർ അല്ലെങ്കിൽ 3 കിലോമീറ്റർ 5 കിലോമീറ്റർ മോട്ടോറോളയാണ് ഏറ്റവും നല്ല കമ്പനി. അത്തരത്തിലുള്ള വാക്കി ടോക്കികളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇന്ത്യ അനുവദിച്ചിട്ടുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുക. അതിനുള്ള ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുക്കുക. പോലീസുകാരൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ അതിൻ്റെതായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് വാക്കി ടോക്കിയുടെ പ്രവർത്തനം. ഈ വാക്കി ടോക്കി പോലെ തന്നെയാണ് അമേച്ചർ റേഡിയോയുടെ സ്മോൾ വേർഷൻ ഉള്ളതും. അതും സെയിം ബാൻഡിൽ തന്നെ അതിനേക്കാട്ടി അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് അധികമായിട്ടുണ്ട്. അതിലും ഹൈ ആയിട്ടുള്ള വലിയ ഹാം റേഡിയോകൾ നമുക്ക് അറിയാം. വലിയ ഫീച്ചറുകളുള്ള ഒരുപാട് ബാൻഡ് വിഡ്ത്തുകൾ നമുക്ക് ആഗിരണം ചെയ്യാൻ കഴിയുന്ന ഹാം റേഡിയോകളുണ്ട്. ഒക്കെ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിക്ചറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സബ്ജക്റ്റുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ഏറ്റുമുട്ടാം. അതുവരേക്കും ശുഭദീക്ഷകൾ, ശുഭചിന്തകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മാസം മുന്നേ ഇന്നത്തെ വിട വാങ്ങുകയാണ്. സൈനിങ് ഓഫ്.